പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് 15 മിനിറ്റ് കൂടി ഇനിയും വേണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതിൽ തന്നെ സാങ്കേതികത്വത്തിൽ അങ്ങ് ഊന്നി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. KCBയുടെ തലയിലടക്കം കാര്യങ്ങൾ വെച്ചുകെട്ടുന്നു. വകുപ്പ് തല പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ചിലപ്പോൾ ആരുടേതാണ് പിഴവെന്ന് പോലും മനസ്സിലായിട്ടുണ്ടാകില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരൊറ്റ കാര്യം തീർച്ചയാണ്. ഇപ്പോൾ SAT ആശുപത്രിയിൽ 2 മണിക്കൂറിലേറെയായി വൈദ്യുതിയില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ പരിശോധിക്കുന്ന മറ്റുമടക്കമുള്ള കാര്യങ്ങൾ. നമുക്കറിയുന്നതുപോലെ SAT ആണ്, ഗർഭിണികളുള്ളവരാണ്, പ്രസവിച്ച് കഴിഞ്ഞവരുള്ളവരാണ്. അവർക്ക് സ്വാഭാവികം നല്ല പരിഗണന, നല്ല ചികിത്സ ഇതടക്കമുള്ള കാര്യങ്ങൾ വേണം. അതിന് വൈദ്യുതി ഇന്നത്തെ ഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. ചൂടുപിടിച്ച ഒരു അന്തരീക്ഷം കൂടിയാണ്. ഇപ്പോൾ ഹരികൃഷ്ണൻ നമ്മോടൊപ്പം ചെയ്യുന്നത്. ഹരികൃഷ്ണൻ, ആശുപത്രി അധികൃതർ എന്താണ് പറഞ്ഞു വെക്കുന്നത്? സാങ്കേതികത്തിൽ ഊന്നിയൊരു മറുപടിയാണ് പറയുന്നത്. പക്ഷേ ഒടുക്കം പറഞ്ഞത് ഇനിയും 15 മിനിറ്റ് എടുക്കുമെന്നാണ്. 2 മണിക്കൂർ കഴിയുന്നു, ഇനിയൊരു 15 മിനിറ്റിന്റെ ഗ്യാപ്പ് കൂടി വേണം. കഴിഞ്ഞ ദിവസങ്ങളടക്കം KCB എന്തോ ചാർജിങ് പരിപാടികളൊക്കെ അവിടെ സാങ്കേതികത്വമായി എന്തൊക്കെയോ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? ICUവിൽ ഇപ്പോൾ വൈദ്യുതി ഉണ്ട്, മറ്റൊരു ബ്ലോക്കിലാണ് ഇത്തരത്തിൽ പ്രശ്നമെന്ന് അധികൃതർ പറയുന്നു. ഇതിലേക്കടക്കമുള്ള ആധികാരികമായ വിവരം എന്തൊക്കെയാണ് ഹരികൃഷ്ണൻ? തലസ്ഥാന നഗരിയാണ്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും മൂക്കിൻ തുമ്പത്തുള്ള ഇടമാണ്. ഇവിടെ 2 മണിക്കൂറിലേറെയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി, കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രി SATയിൽ വൈദ്യുതി ഇല്ല എന്ന വാർത്തയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2 മണിക്കൂർ പിന്നിടുന്നു. ഇനിയും 15 മിനിറ്റ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണമെന്നാണ് അധികൃതരടക്കം പറയുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായൊരു മറുപടി, എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആരുടെ പിഴവെന്നതടക്കമുള്ള കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് KCB PW ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്നുള്ളതാണ്. അതായത് ഈ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ടും ഈ വിഷയത്തിൽ കഴിയാനുള്ള ശ്രമമാണ് ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലും ആശുപത്രി അധികൃതർ പറയുന്ന ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ICUവിൽ വൈദ്യുതി ഉണ്ട് എന്നുള്ളതാണ്. മറിച്ച് മറ്റൊരു ബ്ലോക്കിലാണ് വൈദ്യുതി ഇല്ലാത്തത്. ഇവിടെയുള്ള രോഗികൾക്കടക്കം എമർജൻസി ലൈറ്റിന്റെ വെളിച്ചത്തിലടക്കം ചികിത്സ നൽകുന്നു. പക്ഷേ ഒട്ടും ആശാവഹമായ കാര്യമല്ല. തലസ്ഥാനത്തിൽ ആശുപത്രിയാണ്, വൈദ്യുതി അനിവാര്യമാണ്. അവിടെ ഈ എമർജൻസി ലൈറ്റിലേക്ക് എത്രത്തോളം ചികിത്സ നൽകാനാകുന്ന കാര്യമൊക്കെ കണ്ടറിയണം. എന്നിരുന്നാലും ഇത്ര മണിക്കൂറുകളായി, 2 മണിക്കൂറായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ, മറ്റൊരു ജനറേറ്റർ എത്തിക്കാൻ ഇതിനൊന്നും സാധിച്ചില്ല. ഇതിനൊക്കെ എന്ത് കാരണം എന്നടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി ഹരികൃഷ്ണൻ ആ സംഭവ സ്ഥലത്ത് നിന്ന് ചേർന്നു. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണ് ഇപ്പോഴും രോഗികളുടെ പ്രതിഷേധം തുടരുകയാണ്. ഹരികൃഷ്ണൻ, ഈ ആശുപത്രി സൂപ്രണ്ട് അടക്കം പറഞ്ഞു വെക്കുന്നത് എന്താണ്? എപ്പോൾ വൈദ്യുതി വരും? എന്താണ് കാരണം? സാങ്കേതികത്തിൽ ഊന്നിയാണ് മറുപടി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? തിരുവനന്തപുരം SAT ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ 2 മണിക്കൂറിലേറെ വൈദ്യുതി ഇല്ല. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ പരിശോധിക്കുന്നത്. ജനറേറ്റർ തകരാറിലായതാണ് കാരണം. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് സൂപ്രണ്ട് പറയുന്നത്. പക്ഷേ പ്രശ്നപരിഹാരം മാത്രം അവിടെ കാണുന്നില്ല. സ്വാഭാവികമായും രോഗികളുള്ള ഇടമാണ്, അവിടെ ഗർഭിണികളുണ്ട്, പ്രസവം കഴിഞ്ഞവരുണ്ട്, ഇവരുടെ ബന്ധുക്കളെല്ലാം വലിയ ആശങ്കയിലുമാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ടില്ല എന്ന് പറയുമ്പോഴും അവരുടെ ആശങ്ക അങ്ങനെ തന്നെ തുടരുകയാണ്. കാരണം എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. രോഗികളടക്കം പുറത്ത് പ്രതിഷേധിക്കുന്ന കാഴ്ചകളടക്കം നമ്മൾ കാണുന്നു. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. ഇന്ന് എത്ര രോഗികൾ അവിടെ OPയിലടക്കം വന്നു എന്ന കാര്യത്തിലടക്കം നമുക്ക് വ്യക്തതയില്ല. ഇവിടെ ICUവിലാണോ മറ്റൊരു ബ്ലോക്കിലാണോ വൈദ്യുതി ഇല്ലാത്തതെന്ന കാര്യത്തിലും വ്യക്തത വരുന്നില്ല. ആശുപത്രി സൂപ്രണ്ട് അനുസരിച്ചാണെങ്കിൽ ആശുപത്രി ഒരു പ്രതികരണം കുഞ്ഞു കിടക്കുന്ന വാർഡുണ്ട്, ആ വാർഡിൽ ഒന്ന് നോക്കണം. അവിടെ ആണെങ്കിൽ വൃത്തിയൊക്കെ ഓക്കെ, പക്ഷെ അതിനകത്താണ് വായു സഞ്ചാരം പോലും ഇല്ല. അതിൽ ആ കുഞ്ഞുങ്ങൾ ചൂടെടുത്ത് ആ കുഞ്ഞ് അതിനകത്തൊരു കുഞ്ഞ് ശ്വാസം മുട്ടി ഇപ്പൊ അതിനകത്ത് ഓക്സിജൻ കൊടുത്ത് അതിനെ എടുത്തേക്കുവാണ്. ഇപ്പൊ കറണ്ട് പോലും ഇല്ല. 1.5 മാസം പ്രായമുള്ള കുഞ്ഞാണ്. കറണ്ട് പോയതിനു ശേഷം വന്ന് നോക്കിയിരുന്നു. ഡോക്ടർ കുറച്ചു മുമ്പ് വന്ന് പറഞ്ഞപ്പോ നോക്കി, ആ റൂം മൊത്തം ആകെപ്പാടെ. ഇപ്പോൾ വൈദ്യുതി കൃഷ്ണൻകുട്ടി നമ്മോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ വാർത്ത അറിഞ്ഞു കാണുമെന്ന് മനസ്സിലാക്കുന്നു. 2 മണിക്കൂറിലേറെയായി തലസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിൽ വൈദ്യുതി ഇല്ല. ആശുപത്രി പറയുന്നത് KCB അധികൃതരുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണെന്ന്. ഇത് സംബന്ധിച്ച് മിനിസ്റ്റർക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ആരോഗ്യ മന്ത്രി എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പൊ തന്നെ നിർദ്ദേശം കൊടുത്തു, സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആസ്പത്രിയിലെ ജനറേറ്ററിന്റെ ചെറിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത് പരിഹരിക്കാനുള്ള നടപടി എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ആസ്പത്രി PWDക്കാരും ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരും ജോയിന്റ് ആയിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. മിനിസ്റ്റർ 2 മണിക്കൂറിലേറെയായി, ഇത്രയും സമയം വേണ്ടി വരുമോ? നിങ്ങൾ നോക്കിയോ? ഇപ്പൊ സപ്ലൈ വന്നത് നോക്കിയോ? ഇപ്പോൾ സപ്ലൈ വന്നിട്ടില്ല. നമ്മൾ അറിയുന്ന വിവരം അനുസരിച്ചാണ് അവിടെ വന്നിട്ട് ഈ ഇതിന്റെ ഒരു പ്രശ്നം PWDന്റെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അല്ല. ഓക്കെ, സൂപ്രണ്ട് പറഞ്ഞത് KCB ട്രാൻസ്ഫോം റീചാർജ് ചെയ്യുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നതാണെന്ന്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ മിനിസ്റ്റർ? അല്ല, അത് കഴിഞ്ഞ് സപ്ലൈ ആയി. ഇപ്പോൾ PWയുടെ ഭാഗത്തു നിന്നാണോ വരേണ്ടത്? PWDയുടെ ഇത് ജനറേറ്ററിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ് നിൽക്കുന്നത്. ശരിയാവും. അതായത് KCBയുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു അല്ലേ മിനിസ്റ്റർ? ചെയ്തു കഴിഞ്ഞു.
ഓക്കെ, വൈദ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഈ മണിക്കൂറിൽ പ്രതികരിച്ചത് നമ്മോടൊപ്പം. മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ KCBയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ചെയ്തു. ഇപ്പോഴും ഏത് വകുപ്പ് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നു. ആദ്യം ആശുപത്രി പറഞ്ഞു KCBയുടെ ഭാഗത്ത് നിന്ന് പിഴവാണെന്ന്. KCB ഇപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രി അടക്കം വിളിച്ചപ്പോൾ മന്ത്രി പറയുന്നു KCB ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു ബഹളമൊക്കെ കേട്ടാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത്. കാര്യം രാവിലെ ഇവിടെ വെള്ളം കാണത്തില്ലെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ നേരെ തിരിച്ചാണ് ഇവിടെ നടന്നത്. പിന്നീട് ഇവരാരെങ്കിലും നിങ്ങൾ വന്ന് കാണുക പറയുക എന്തെങ്കിലും ചെയ്തിരുന്നത് വൈദ്യുതി തടസ്സം ഇല്ല പറഞ്ഞില്ലായിരുന്നു. കാരണം ഞങ്ങൾ പുറത്തോട്ട് വിടുക പോലും ഇവർ ചെയ്യത്തില്ല. 3 മണിക്കൂറോളായി എന്നിട്ട് പോലും അവരൊന്നും പറയുന്നത് പോലും ഇല്ല. എന്നിട്ട് ഇപ്പോ എന്റെ ചേച്ചിനെ കാണാനായിട്ട് ഞാൻ അവിടെ കയറി പോയപ്പോഴത്തേക്കും നമ്മളെ കയറ്റി വിടുന്നില്ല അവര്. ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? കാര്യം ചേച്ചി വാർഡിലും കുഞ്ഞ് ICUലാണ് കിടക്കുന്നത്. ഞാനും എന്റെ അനിയത്തിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കേട്ട ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലേ? അതൊക്കെ അവര് സമാധാനം പറയണം. ICU ഞങ്ങളെ കേട്ടത്തില്ല, കുഞ്ഞിന്റെ അമ്മേനെ അല്ലാതെ കേട്ടത്തില്ല. കാര്യം കുഞ്ഞ് മാസം തികയാതാണ് പ്രസവിച്ചു തന്നെ. നമുക്ക് ആ കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് തന്നെയാണ് അവര് പറഞ്ഞത് തന്നെ. ഏതൊരു ഭാഗത്ത് നമുക്ക് ആ കുഞ്ഞിനെ കിട്ടി. അത് ഞങ്ങൾ പോയി കണ്ടായിരുന്നു ചേച്ചീനെ. ICU എന്താണ് അത് അറിയത്തില്ല. കാര്യം ഞങ്ങളെ കയറ്റി വിട്ടെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. അവിടെ വേറെ ആരും കയറ്റി വിടുന്നില്ല. ഇതെന്തായാലും 3 മണിക്കൂറോളം കൂടുതലായി. ഫസ്റ്റ് ടൈം ഇത് വന്നും പോയാണ് നിന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് വരുമെന്നാണ് വിചാരിച്ചത്. SAT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങി എന്ന വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ ആ സഹോദരി പ്രതികരിച്ചതുപോലെ അത് പ്രസവിക്കാനിരിക്കുന്നവരുണ്ട്, അവിടെ ഗർഭിണികളുണ്ട്, പ്രസവിച്ചവരുണ്ട്. ഇപ്പോൾ ഈ ഇൻക്യുബേറ്റർ സംവിധാനം അടക്കം ആവശ്യമുള്ള കുട്ടികൾ അതിനുള്ളിൽ ഉണ്ടാകും. പക്ഷേ പുറത്തുനിന്ന് ഒരു വിവരവും അകത്തുനിന്ന് ഒരു വിവരവും പുറത്തിരിക്കുന്ന ബന്ധുക്കൾക്ക് കിട്ടുന്നില്ല. ICUയിൽ വൈദ്യുതി ഉണ്ടോ എന്നുള്ള സൂപ്രണ്ട് പറഞ്ഞ വിവരം മാത്രമേ നമുക്കുള്ളൂ. അതേസമയം പുറത്തുനിന്ന് അവരുടെ ബന്ധുക്കൾക്ക് അകത്ത് കയറി കാര്യങ്ങൾ തിരക്കാനുള്ള ഒരു സംവിധാനം പോലും അവിടെ ഇല്ല. ഇവരെ തടയുന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സഹോദരി നമ്മോടൊപ്പം പറഞ്ഞത്. നേരത്തെ മറ്റൊരു സഹോദരി പറഞ്ഞതുപോലെ ചൂടാണ്, ചെറിയ കുട്ടികളാണ്. അവർ ഈ വാർഡുകളിൽ നിൽക്കുമ്പോൾ വൈദ്യുതി ഇല്ലാത്ത ബസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഫാൻ പോലും ഇല്ലാതെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ അവരവിടെ കുട്ടികളുമായി കഴിയുന്നത് തന്നെ വലിയ പ്രശ്നമുണ്ടാക്കും. അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ആശങ്കപ്പെടേണ്ടെന്ന് പറയുമ്പോഴും ഒരു 10-15 മിനിറ്റ് കൊണ്ടെങ്കിലും വൈദ്യുതി വരുമെന്ന് സൂപ്രണ്ട് പറഞ്ഞിട്ടും ഇപ്പോഴും അവിടെ വൈദ്യുതി എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂപ്രണ്ട് ആദ്യം പ്രതികരിച്ചത് KCB ട്രാൻസ്ഫോർമർ റീചാർജ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പിഴവ് ഇത്തരത്തിൽ മണിക്കൂറുകളോളം തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങാൻ കാരണമായി എന്നാണ്. ഇപ്പോൾ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി വകുപ്പിന് ചെയ്യാനുള്ള കാര്യം അവിടെ ചെയ്തു കഴിഞ്ഞു, ഇനി PWD ആണെന്ന്. ഹരികൃഷ്ണൻ, ഇനി എത്രത്തോളം വകുപ്പുകൾ ഇങ്ങനെ സാങ്കേതികത്വം പറഞ്ഞത് കൈയൊഴിഞ്ഞ് പോകും? ആദ്യം ആശുപത്രി KCBയുടെ തലയിലിടുന്നു. KCB മിനിസ്റ്റർ വിളിച്ചപ്പോൾ പറയുന്നു ഇനി PWD ആണ് ചെയ്തു തീർക്കേണ്ടതെന്ന്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈദ്യുതി വേണം. ഷഫീദ് റാവത്തർ ചെയ്യുന്നു. ഷഫീദ്, KCB മിനിസ്റ്റർ വിളിച്ചപ്പോൾ പറയുന്നു PWD ആണ് ഇനി ചെയ്യേണ്ടതെന്ന്, ആശുപത്രി അധികൃതർ പറയുന്നു KCB ആണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ മക്കൾ കാണുമായിരിക്കും, ഞങ്ങൾക്ക് ഒരെണ്ണേ ഉള്ളൂ. അതിന് ഒന്നും സംഭവിക്കാതെ ഞങ്ങൾക്ക് കിട്ടണം, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം. അതുപോലെ ഓരോ മക്കൾ 6 മാസം പ്രസവിച്ച മക്കളുണ്ട്, 6 മാസം പ്രസവിച്ച മക്കളുണ്ട്. എല്ലാം കൊണ്ട് വിഷമം തന്നെ. ഞങ്ങൾക്ക് കൈയും കാലും വിറയ്ക്കാണ്. ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോകുമായിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് എത്ര 5 ദിവസമായി. ചൊവ്വാഴ്ച ഞങ്ങൾ വന്നതാണ്. 5 ദിവസമായി, 5 അല്ല 6 ദിവസം. ഇപ്പൊ ഈ 3 ദിവസം കൊണ്ട് കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്. ഷഫീദ് റാവത്തർ ചെയ്യുന്നു. ഷഫീദ്, വൈദ്യുതി എപ്പോഴേക്ക് പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്? സുഹൈല്, ഈ SAT ആശുപത്രിയിൽ സ്ഥിതിഗതികൾ കുറച്ച് മോശമാണ്. പ്രത്യേകിച്ച് ഇത് വഷളായിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ ആരോഗ്യമന്ത്രിയെ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രം, മെഡിക്കൽ കോളേജിനകത്ത് പ്രധാനമായും പ്രവർത്തിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്ക്, ആ ബ്ലോക്കിലാണ് കഴിഞ്ഞ 3.5 മണിക്കൂറിലധികമായി ഈ വൈദ്യുതി തടസ്സം ഉണ്ടായതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ അവരെ പോലീസ് ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികമായ ചില കാര്യങ്ങളാണ്. അതായത് SAT ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മിനിസ്റ്ററുമായി സംസാരിച്ച്, ആരോഗ്യവകുപ്പുമായി സംസാരിച്ച് നമുക്ക് ഇനി വരും കാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും. ഇപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് അത് വളരെ ഗൗരവമായി സർക്കാർ കാണേണ്ടതാണ്. സർക്യൂട്ട് ബ്രേക്കർ എന്ന സംവിധാനം അത് തകരാറിലായതാണ് ഈ പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഇത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചൊരു വലിയ വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതല്ലെങ്കിൽ അത് PWD മോട്ടോർ ഓഫീസ്
എത്തിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടെ ആശുപത്രി പരിസരത്താണ് ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായുള്ള ശ്രദ്ധ അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആരോഗ്യമന്ത്രി ഇതിനോടകം തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഇവിടേക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടേക്ക് ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം അത് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ പകരം ഒരു ഇൻഡോർ ട്രാൻസ്ഫോമർ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇനി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നു. ഈ മെയിൻ്റനൻസിന് പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും. വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ICU സംവിധാനം, ഇൻക്യുബേറ്റർ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ അടിയന്തരമായി പ്രശ്നപരിഹാരം അത് നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറ്റൊരു ട്രാൻസ്ഫോമർ താൽക്കാലികമായെങ്കിലും ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. അതിനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്.